ഇപ്പം നമ്മുടെ ഓഫീസിൽ തന്നെ കുറേ അധികം ട്രസ്റ്റുകളുടെ ഓഡിറ്റ് ആയാലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ട്രസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഏതൊരു ലെവലിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ട്രസ്റ്റിന്റെ ഓഡിറ്റ് എന്നൊരു ആംഗിളിലേക്ക് പോകേണ്ടി വരിക? ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡിവിജ്വലിന് ബേസിക് എക്സംഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ തൊട്ട് 4 lakhs ആണല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു ബേസിക് എക്സംഷനിലും കൂടുതലാണ് ഇവരുടെ വരുമാനം എന്ന് വിചാരിക്കും. ഇപ്പോൾ 4 lakhsലും കൂടുതൽ റെസീപ്റ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് മാൻഡേറ്ററി ആയിട്ട് ഓഡിറ്റ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ എക്സംഷനൊക്കെ എടുത്തു എന്ന് വിചാരിക്കും. ഇപ്പോൾ 12AB അല്ലെന്നുണ്ടെങ്കിൽ 80G അങ്ങനെയൊക്കെയുള്ള രജിസ്ട്രേഷനൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയുള്ളൂ. അതായത് ഒരു വർഷത്തെ വരുമാനം എന്ന് പറയുന്നത് ചിലപ്പോൾ 2 ലക്ഷം രൂപയുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്യണമെന്ന് മാൻഡേറ്ററി അല്ല. അപ്പോൾ നോർമലി പക്ഷേ പ്രൊസീജിയറൽ ഇതായിട്ട് നമ്മൾ എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് ചെയ്തിട്ടാണ് പോകാറുള്ളത്. കാരണം ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് ടൈം ഫ്രെയിം കിട്ടുമല്ലോ. ഇപ്പോൾ സെപ്റ്റംബർ 30th വരെ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒക്ടോബർ 31st വരെ. അതിനൊരു ടൈം ലിമിറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് മാൻഡേറ്ററി അല്ലെങ്കിൽ പോലും ഓഡിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി റിന്യൂവൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അത് ഗുണം ചെയ്യുന്നത്.